മകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിലെ ആശ്വാസമെന്നും നന്ദി പറയാൻ ഇനി ഈ ജീവിതം മതിയാകില്ല എന്നാണ് അമ്മ പ്രേമകുമാരി പ്രതികരിച്ചത്. ദൈവം തന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെന്നും നിമിഷപ്രിയയുടെ കൈപിടിച്ച് നാട്ടിലേക്ക് വരുമെന്നാണ് അവർ പ്രതികരിച്ചത്. യമൻ തലസ്ഥാനമായ എഡനിലാണ് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴുള്ളത്. സനയിലെ ജയിലിലെ നിമിഷപ്രിയയും വധശിക്ഷ മാറ്റിവെച്ചതിലെ വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവായ ടോമി പ്രതികരിച്ചത്. എല്ലാം ഭംഗിയായി വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രാർത്ഥനയുടെയും ഫലമാണിതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കഠിന പ്രയത്നത്തിന്റെ ഒരു പരിണിത ഫലമാണിത്. ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടന്ന് നിമിഷപ്രിയ നാട്ടിലെത്തുമെന്ന് തനിക്ക് 100% വിശ്വാസമുണ്ടെന്നാണ് ടോമി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു ഈ ഒരു ശിക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. നാളെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാന മണിക്കൂറുകളിൽ ആശ്വാസ തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ് വിവരം. അതേസമയം കേന്ദ്ര ഉദ്യോഗസ്ഥർ യമനിലെ ജയിലിലെ ഉദ്യോഗസ്ഥരുമായിട്ടും പ്രോസിക്യൂട്ടറുമായി നിരന്തരം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നാളത്തെ വധശിക്ഷ നടപ്പാക്കൽ നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാവധം കൈപ്പറ്റി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക എന്നത് മാത്രമാണ് ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി. ഇതുവരെയും തലാലിന്റെ കുടുംബവുമായിട്ട് ഒരു ചർച്ചയും സാധ്യമായിരുന്നില്ല. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി ചേർന്ന് കാന്തപുരം നടത്തിയ ഒരു ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ഒരു തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായത്. കാന്തപുരം അടക്കമുള്ളവർ പങ്കെടുത്ത ഇന്നലത്തെ ചർച്ചയിൽ ഉന്നയിച്ച നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന ആവശ്യത്തിൽ കുടുംബം ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. എങ്കിലും മതപണ്ഡിതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരുമെന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബവും കേരളവും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. 8.5 കോടി രൂപ അഥവാ $10 ലക്ഷം തലാലിന്റെ കുടുംബത്തിന് ഈ ഒരു ദയാവധത്തിന് നൽകേണ്ടി വരിക. തലാലിന്റെ കുടുംബത്തിലെ 2 പേർക്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ എതിർപ്പ് എന്നാണ് വിവരം. ഖുർആൻ സൂക്തങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ചർച്ചയിൽ നടക്കുന്നത്. ഇന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. തലാലിന്റെ നാടായ ദമാറിൽ വെച്ചാണ് ഈ ഒരു ചർച്ച. വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാനുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഈ ഒരു ദയാവധത്തിന് എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായ MA യൂസഫ് അലി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് MA യൂസഫ് അലിയോട് സഹായം തേടിയത്. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ 1 കോടി രൂപ സംഭാവന നൽകുമെന്ന് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യമനിലെ നേഴ്സായിട്ട് ജോലി ചെയ്യവെയായിരുന്നു 2017 ജൂലൈ 25-നാണ് തലാൽ അബ്ദുൽ മെഹദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. യമനിലെ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ തലാൽ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തതും ക്രൂരമായിട്ടുള്ള പീഡനം നടത്തിയതുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിടത്താണ് ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഉത്തരവ് നേടാനായതും. നയതന്ത്ര ചർച്ചകൾക്ക് പരിമിതി ഉണ്ടെന്നും ഒന്നും ചെയ്യാനാകില്ല എന്നുമായിരുന്നു സുപ്രീം കോടതിയിലും നേരത്തെ പാർലമെന്റിലും കേന്ദ്രം അറിയിച്ചതും. അതേസമയം കാന്തപുരം ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നുമുണ്ടായ ഇടപെടൽ ഈ ഒരു ഫലം കണ്ടപ്പോൾ അവകാശവാദവുമായിട്ട് കേന്ദ്ര സർക്കാരും എത്തി. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടണമെന്നുള്ള ആവശ്യം നിരവധി തവണയാണ് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടത്. യമനുമായിട്ട് നയതന്ത്ര ഇടപെടലിന് പരിമിതി ഉണ്ടെങ്കിലും ഇറാൻ ഉൾപ്പെടെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഒരു സഹായത്തോടെയെങ്കിലും ശ്രമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പാർലമെന്റിൽ ഇടത് MP ആയ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിന് വിഷയം നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഉള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു മറുപടിയാണ് കേന്ദ്രം നൽകിയിരുന്നത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷയുടെ അമ്മയും ഉൾപ്പെടെ നിരന്തരം പ്രധാനമന്ത്രിയോടും വിദേശകാര്യ മന്ത്രാലയത്തോടും ഈ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നെങ്കിലും ഇടപെട്ടിരുന്നില്ല. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിമിഷയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. മലയാളി കൂടിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു കേന്ദ്ര പ്രതിനിധിയെ പോലും അയക്കാൻ ഈ ഒരു സർക്കാർ തയ്യാറായില്ല. നിമിഷയുടെ അമ്മ പ്രേമകുമാരിക്ക് യമനിലേക്കുള്ള അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെ വധശിക്ഷ നീട്ടിവെച്ചപ്പോൾ കേന്ദ്ര സർക്കാരും ചർച്ചകളിൽ പങ്കാളി എന്നുള്ള അവകാശവാദവുമായി എത്തിയതും വളരെ ശ്രദ്ധേയമാണ്.
സുപ്രീം കോടതിയിൽ ഒന്നും ചെയ്യാനാകില്ല എന്നറിയിച്ച കേന്ദ്ര സർക്കാരാണ് അനുകൂല വിധി നേടിയതെന്നുള്ള അവകാശവാദവുമായിട്ട് എത്തിയത്.